നമ്മുടെ ബൈബിൾ പുസ്തകത്തിലൂടെയുള്ള യാത്രയുടെ 32ാമത്തെ ലെസൺ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം. എ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്നതായ എപ്പിസോഡുകളുടെ 32ാമത്തെ ലെസണാണ് എടുക്കുന്നത്. നമ്മളുടെ 32ാമത്തെ ലെസൺ എന്ന് പറയുമ്പോൾ സങ്കീർത്തന പുസ്തകമാണ്. സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പൊതുവായി നോക്കുമ്പോൾ നമ്മളുടെ ചെറുപ്പകാലം മുതൽ വളരെ ഇഷ്ടപ്പെടുന്നതും എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതും നമ്മളുടെ മാതാപിതാക്കളും സൺഡേ സ്കൂളിലും ചർച്ചിലും ഒക്കെയായിട്ട് ആ പല അധ്യായങ്ങളുടെയും പല വാക്യങ്ങളും നമ്മൾ മനഃപ്പാഠമാക്കുകയും ചെയ്ത് നമ്മളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അതൊക്കെ ഉരുവിടുന്നതായ സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് ഈ 150 സങ്കീർത്തനങ്ങൾ ഉള്ളതായ ഈ പുസ്തകത്തെക്കുറിച്ച് വിശകലമായ ഒരു ആവശ്യം നമ്മൾക്ക് ഇല്ല. എന്നാൽ അതിനെക്കുറിച്ച് ജനറലായിട്ടുള്ളതായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 150 പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരമാണ് ഈ സങ്കീർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം മുതൽ അടുത്ത 5 പുസ്തകങ്ങൾ കാവ്യരൂപേണയാണ് ഇതെഴുതിയിരിക്കുന്നത്. കാവ്യമെന്ന് പറയുമ്പോൾ പദ്യ രൂപേണ ആണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ പാട്ടിൻ്റെ രൂപേണ ആ ഒരു ഫോമിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് ഏത് കാലത്താണ് എഴുതിയത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് മോശയുടെ കാലം മുതലാണ് പുസ്തകങ്ങൾ എഴുതുന്നതായ ആ പ്രാക്ടീസ് ഉണ്ടായത്. അങ്ങനെ മോശയുടെ കാലം മുതൽ ഈ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഉള്ളതായ കാലം വരെയാണ് ഈ സങ്കീർത്തന പുസ്തകങ്ങളുടെ ഓരോരോ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളും ദൈവപ്രവർത്തികളും ദൈവത്തിൻ്റെ വിടുതലുകളും പ്രാർത്ഥനകളും ഒക്കെ അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തന പുസ്തകത്തിലെ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പകുതിയോളം പുസ്തകങ്ങൾ, എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 73 പുസ്തകങ്ങൾ ദാവീദ് എഴുതിയതായിട്ട് അവിടെ രേഖയുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ എഴുതി കണ്ടേക്കാം. അതുപോലെ തന്നെ കോരഹ് പുത്രന്മാർ 10 സങ്കീർത്തനങ്ങൾ എഴുതിയായിട്ട് രേഖയുണ്ട്. ആസാഫ് 12 സങ്കീർത്തനങ്ങൾ എഴുതിയതായിട്ട് കാണുന്നുണ്ട്. ശലോമോൻ 2 സങ്കീർത്തനങ്ങൾ, മോശ 90ാമത്തെ സങ്കീർത്തനം എഴുതിയതായിട്ട് നമ്മൾക്കവിടെ കാണുന്നു. ഏഥാൻ 89ാമത്തെ സങ്കീർത്തനവും അതിനുശേഷമുള്ള ബാക്കി 50 സങ്കീർത്തനങ്ങൾ അനോണിമസ് ആണ്, ആരാണ് എഴുതിയത് എന്നുള്ളതായ രേഖ, എഴുത്തുകാരെക്കുറിച്ചുള്ളതായ അറിവ് നമുക്ക് കാണുന്നില്ല. അതുപോലെ സങ്കീർത്തനത്തിലെ മെയിൻ തോട്ട് എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഹല്ലേലൂയ ഗീതങ്ങൾ പാടുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾക്ക് കാണുന്നത്. അത് ഏതിനോടുള്ള ബന്ധത്തിലെന്ന് ചോദിച്ചാൽ പഴയ ചരിത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യത്തെ ഓർത്തുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് മഹത്വവും ആരാധനയും കൊടുക്കുക. അതുപോലെ തന്നെ പ്രവാസത്തിൽ നിന്നുള്ളതായ വിടുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളെ ഓർത്തുകൊണ്ട് ഫറവോൻ്റെ സൈന്യത്തിൽ നിന്നും ഫറവോൻ്റെ ആധീനതയിൽ നിന്നും ചെങ്കടൽ കടത്തി ദൈവജനത്തെ വിടുവിച്ചതായ ആ കഥകൾ, അതുപോലെ തന്നെ ബാബിലോണിൽ നിന്നും വിടുവിച്ചതായ കാര്യങ്ങൾ, ഇതൊക്കെ ഈ സങ്കീർത്തനത്തിൻ്റെ വിവിധ അധ്യായങ്ങൾ അവിടെവിടങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെയുള്ളതായ അനുഭവങ്ങളും ദൈവത്തിൻ്റെ വിടുതലും ദൈവത്തിൻ്റെ കൊടുക്കുന്നതായ മഹത്വവുമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. ഓരോ സങ്കീർത്തനങ്ങളും പ്രത്യേക ട്യൂൺ ചെയ്ത് ഇത് ചെയ്തിരിക്കാൻ അതിന് ഇന്ന രാഗത്തിൽ എന്നുള്ളതായ പേരുകൾ കൊടുത്താണ് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൊതുവായിട്ട് സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ സങ്കീർത്തന പുസ്തകങ്ങളെ 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മൾ പൊതുവെ സങ്കീർത്തനം എന്ന് പറയും എങ്കിൽ തന്നെയും ആ സങ്കീർത്തനത്തിൻ്റെ 150 അധ്യായങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 5 പുസ്തകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് 1ാമത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ 41 വരെയുള്ളതായ അധ്യായങ്ങളാണ്.
അതിനുശേഷമായിട്ട് 42-ാമത്തെ പുസ്തകം തുടങ്ങുന്നത് രണ്ടാം പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ രണ്ടാമത്തെ പുസ്തകം 42 മുതൽ 72 വരെയുള്ളതായ സങ്കീർത്തനങ്ങളാണ്. മൂന്നാമത്തെ പുസ്തകം 73 മുതൽ 89 വരെയുള്ളതായ സങ്കീർത്തനങ്ങളാണ്. നാലാമത്തെ പുസ്തകം 90 മുതൽ 106 വരെയുള്ളതായ പുസ്തകങ്ങൾ. അഞ്ചാമത്തെ പുസ്തകം എന്ന് പറയുന്നത് 107 മുതൽ 150 വരെയുള്ളതായ പുസ്തകങ്ങളാണ് നമുക്ക് ഈ വിഭജിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ തലക്കെട്ട് കൊടുത്തുകൊണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ പുസ്തകത്തിൻ്റെയും തലക്കെട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒടുവിലായിട്ട് ഒരു ഡോക്സോളജി അല്ലെങ്കിൽ ആശീർവാദത്തോടുകൂടിയാണ് അത് ആ അധ്യായങ്ങൾ അവസാനിപ്പിക്കുന്നത്, ആ പുസ്തകങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുന്നു. ഇനിയും സങ്കീർത്തനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ഇന്നത്തെ ഈ നവീന യുഗത്തിൽ പലരും പഠിപ്പിക്കാറുണ്ട്, ഈ പുതിയ നിയമം മാത്രം പഠിച്ചാൽ മതി, സങ്കീർത്തനം പഴയ നിയമത്തിലുള്ളതാണ്, അത് പഠിക്കേണ്ടതായ ആവശ്യം ഇല്ല എന്നുള്ളതായ ഒരു വാദഗതിയും അവിടെവിടങ്ങളിലായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തനം പഴയ നിയമത്തിലുള്ളതായ ഒരു പുസ്തകമാണ്. ആ പുസ്തകവും അതോടൊപ്പം മറ്റ് പുസ്തകങ്ങളും ഈ ഇസ്രായേലിൻ്റെയും ദൈവത്തിൻ്റെ സൃഷ്ടി മുതലുള്ളതായ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ലൂക്കോസ് 24:44 യേശു പറയുന്നതായ ഒരു വചകമുണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനമായി പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ സങ്കീർത്തനം പഠിക്കേണ്ടത് ആവശ്യമാണ്. ആ സങ്കീർത്തനിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും ഈ ലോകത്തിലേക്കുള്ള വരവും പ്രവർത്തനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനം 3:16 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കുമാറാകട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം, ബുദ്ധി ഉപദേശിക്കണം, അത് ധ്യാനിക്കണം, അതിലെ ആത്മീയ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നതായ കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് സങ്കീർത്തനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുവന് ലഭിക്കട്ടെ എന്നും എഴുതിയിരുന്നു. ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്നിട്ട് ഒടുവില്ല യേശുവിനെ ഒറ്റിക്കൊടുത്തതായ ശിഷ്യനായ യൂദായെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്രയും നാൾ 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നിട്ട് ഒടുവിലായി കലമുടച്ചു എന്ന് പറയുന്നതായ നമ്മുടെ നാട്ടിലെ പറച്ചിൽ പോലെ ഈ ശത്രുവിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ ഊറ്റിക്കൊടുത്തുകൊണ്ട് അവൻ ഇതാ കെട്ടിയന്ന് മരിക്കുകയും ശിഷ്യന്മാരുടെ ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി അത് വേക്കൻ്റ് ആകുമ്പോൾ അവർ മറ്റുള്ളവരെ അവിടെ റീപ്ലേസ് ചെയ്യുന്നു യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമായിട്ട് എന്നുള്ളതായ കാര്യം നേരത്തെ തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ പ്രവചനമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെയുള്ളതായ 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാണ്. അപ്പോൾ ഈ സങ്കീർത്തനത്തിലുള്ളതായ 5 പുസ്തകങ്ങൾ, 1-ാം പുസ്തകം, 2-ാം പുസ്തകം, 3-ാം പുസ്തകം, 4-ാം പുസ്തകം, 5-ാം പുസ്തകം എന്ന് എഴുതിയിരിക്കുന്നത് ആ 1-ാം പുസ്തകം ഉൽപ്പത്തി മുതൽ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്നതായ 5 പുസ്തകങ്ങളുടെ ഓരോ ഛായ, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഈ സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാം, നമ്മൾ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ.
പിന്നീട് സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നതാണ്. പലരും അത് കാണാതെ മനഃപ്പാഠമായി പഠിക്കാറുള്ളതാണ്. അത് 119 സങ്കീർത്തനമാണ്. അത് ആര് എഴുതി എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് മിക്കവാറും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ബാബിലോൺ പ്രവാസത്തിന് ശേഷമായിട്ട് ഇസ്രായേൽ ജനങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ യെസ്രായുടെ നേതൃത്വത്തിൽ അവിടേക്ക് കടന്നു വരുന്നു. യെസ്ര ഒരു വലിയ നല്ല ഒരു വാഗ്മിയും ടീച്ചറും ബൈബിൾ ടീച്ചർ സ്കോളറൊക്കെ ആയിരുന്നു. ആ യെസ്ര എഴുതിയ പുസ്തകമാണ് ഈ 119 സങ്കീർത്തനം. അത് കാവ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 8 വാക്യങ്ങൾ വീതം 22 സെക്ഷൻസായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ പ്രധാനമായ പ്രതിപാദ്യം 119 സങ്കീർത്തനത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് ഗൈഡൻസ് ഈസ് വേർഡ് ഓഫ് ഗോഡ് എന്നാണ് അവർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും വിവേകത്തിനും ഒക്കെ കാരണമായിട്ടുള്ളത്. നമ്മളെ ആ രീതിയിൽ നടത്തുന്നതിന് ഈ ദൈവവചനം പഠിക്കുകയും ദൈവവചനം അനുവർത്തിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ആ രീതിയിൽ നടക്കുവാനായിട്ട് ദൈവത്തിൽ നിന്നും ബുദ്ധി പ്രാപിക്കുവാനായിട്ട് ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായ പ്രതിപാദ്യം. അതുപോലെ തന്നെ 11 വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിന്നോട് പാപം ചെയ്യാതെ ഇരിപ്പാനായിട്ട് നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 1 സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ക്രിയേഷനെ കുറിച്ചുള്ളതായ ഒരു ചെറിയ പിക്ചർ ആ 1 സങ്കീർത്തനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആറ്റരയത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം അവിടെയുണ്ട്, ദുഷ്ടന്മാരുണ്ട്, നീതിമാന്മാരുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഛായ അവിടെ നമ്മൾക്ക് ആ ബിഗിനിങ് അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വരുവാനുള്ള മശിഹായുടെ ഒരു ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദാവീദ് പുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതായ മശിഹായുടെ ചിത്രമാണ് 2 സങ്കീർത്തനത്തിൽ വരച്ച് കാട്ടിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 2 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ മശിഹാ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ പ്രവചനമൊക്കെ നിവർത്തിച്ചതായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായി 17:5 വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇത് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം അവിടെ നിവർത്തിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ മത്തായി 3:7 കർത്താവായ യേശു ക്രിസ്തു സ്നാനക്കുളത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ പ്രാവിരൂപേണ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപ്രസാദമുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ മരുഭൂമിയിലേക്ക് പോകുന്നതായ ആ കാഴ്ച ഈ സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ നിവൃത്തീകരണമായിട്ട് പുതിയ നിയമത്തിൽ ഇത് സംഭവിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആധികാരികത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾക്ക് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. അങ്ങനെ ദാവീദിൻ്റെയും കോരഹുത്തന്മാരുടെയും ഒക്കെ സങ്കീർത്തനങ്ങൾ നമ്മൾക്ക് ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം കോരഹ് പുത്രന്മാർ ആരാണ് എന്നുള്ളത്. ബന്ധത്തിൽപ്പെട്ടതായ ഒരാളായിരുന്നു ഈ കോരഹ് എന്ന് പറയുന്നത്. കോരഹിനോട് ചേർന്ന് കോരഹ്, ദാദാൻ, അബീദാബ് എന്നിവർ ചേർന്നൊരു സംഘമുണ്ടാക്കുകയും മോശയോട് മറുതലിക്കുകയും ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്
അത് കയറി ബലമായി പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോൾ മോശയുടെ കൽപ്പന പ്രകാരം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം ഈ ഭൂമിയെ പിളർന്ന് ജീവനോട് അവരെ വിഴുങ്ങിക്കളയുന്നതായ ഒരു സംഭവം അവിടെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ടുണ്ട്. ആ സമയത്ത് ഈ കോരഹിൻ്റെ പുത്രന്മാർ ഈ സംഭവം കണ്ടുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മഹാനായ ദൈവവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മനോഹരത്വവും അതുപോലെ തന്നെ വിശുദ്ധിയും ഓർത്തുകൊണ്ട് ആലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പാടുന്നതായ പാട്ടുകളാണ് കോരഹ് മക്കളുടെ പാട്ട് എന്ന് പറയുന്നത്, കോരഹപുത്രന്മാരുടെ പാട്ട് എന്ന് പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്നുള്ളത് 84-ാമത്തെ സങ്കീർത്തനം നമ്മൾ പലപ്പോഴും പാടി ആസ്വദിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അതുപോലെ യെരുശലേമിലേക്ക് പോകുന്നതായ ആൾക്കാർക്ക്, അവിടെയുള്ള വിസിറ്റർക്ക് സാധാരണയായിട്ട് കാണുന്നതായ ഒരു കാഴ്ചയാണ് യെരുശലേം ടെമ്പിളിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്നതായ പഴയ ഒരു ഭിത്തി ഇവിടെ ഒരു വശത്ത് അവിടെ യഹൂദന്മാർ നിരന്തരമായി അവിടേക്ക് കടന്നു ചെല്ലുന്നു. അവർ തോറ എടുത്തുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് ഈ യെരുശലേമിൻ ദേവാലയത്തിൻ്റെ ആ പഴയ ഭിത്തിക്ക് ഉള്ളിലേക്ക്, അതിൻ്റെ പോടുകളിലേക്ക് പ്രാർത്ഥനകൾ എഴുതി വയ്ക്കുകയും അതോടൊപ്പം തന്നെ അവർ ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും തലയും ദേഹവും ആട്ടിക്കൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുകയും ചെയ്യുന്നതായ കാഴ്ച അവിടെയുള്ളതായ സന്ദർശകർക്ക് സ്ഥിരമായി കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിലാപഗീതം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, ഇസ്രായേലിൻ്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ അവരെ പിന്തുടർന്ന് പിടിക്കുമ്പോൾ, ശത്രുക്കൾ അവരെ പ്രവാസികളായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒക്കെ പാടുന്നതായ പാട്ടുകളാണ് വിലാപഗീതങ്ങൾ എന്ന പേരിൽ പലപ്പോഴും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് വാസ്തവമായ സന്തോഷത്തിൻ്റെ പാട്ടല്ല, അത് സങ്കടത്തിൻ്റെ പാട്ടുകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏകദേശം പകുതിയോളം സങ്കീർത്തനങ്ങൾ മുമ്പ് നാം പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നുള്ളതായ പേര് സമ്പാദിച്ചതായ നമ്മുടെ ദാവീദ് രാജാവ് തന്നെ എഴുതിയതാണ്. തൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു ആട്ടിടയനായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ തന്നെ ദൈവികമായ സന്ദർശനവും ദൈവികമായ അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രാപിച്ച് സിംഹത്തെയും കരടിയെയും ഒക്കെ വലിച്ചു കയറി ഒരു ആട്ടിടയൻ ആടുകളെ എങ്ങനെ മേയിക്കുന്നു എന്നുള്ളതായ ആ സ്നേഹവും അനുകമ്പയും ജീവിതത്തിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ ബേസിൽ പാടുന്നതായ അനേക സങ്കീർത്തനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന 23-ാമത്തെ സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് അവൻ എന്നെ നടത്തുന്നു എന്നൊക്കെയുള്ളതായ ആ മനോഹരമായ പാട്ടുകൾ മധുര ഗായകനായ ദാവീദിൻ്റെ പാട്ടുകളാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 22-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ക്രൂശിൽ ഉദ്ധരിച്ചതായ വാക്കുകൾ അവിടെ പ്രവചന രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ 22-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളതായ ആ ചോദ്യം 22-ാം സങ്കീർത്തനത്തിൽ അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അതേ വാചകങ്ങൾ ഉര ചെയ്യുന്നതായിട്ട് കാണുന്നു. അതും ഒരു പ്രവചന നിവൃത്തിയാണ്. സങ്കീർത്തനക്കാരൻ തൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ കണ്ടുകൊണ്ട് പാടുന്നതായ പാട്ടാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തന പുസ്തകത്തിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടുള്ളതായ ആശയം എന്താണ്? എല്ലായ്പ്പോഴും അവിടെയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നതായ വാക്കുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, സ്തോത്രങ്ങളും സ്തുതികളും ആരാധനയും
കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആരാധനയോടുകൂടെ ഈ പാട്ട് പാടുവാനായിട്ട് നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഇടയായിത്തീരും. സ്തോത്രങ്ങളും സ്തുതികളും കരയേറ്റുവാൻ നമ്മൾക്ക് ഇടയായിത്തീരും എന്നുള്ളത് സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നത് കേവലം സുഖമുള്ളപ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ നിറയുമ്പോഴും ദുഃഖങ്ങൾ നിറയുമ്പോഴും കണ്ണുനീരിൻ്റെ അവസ്ഥകളിലും ആരും അറിയാത്ത പ്രശ്നങ്ങളിൽ ജീവിതം ഉഴന്ന് കിടക്കുമ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലും കണ്ണുനീരിൻ്റെ രാത്രികളിലും ഒക്കെ ആരും ഇല്ലാത്തപ്പോഴും നമ്മൾ ഈ സങ്കീർത്തനം വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ആശ്വാസവും ദൈവത്തിൻ്റെ ധൈര്യവും ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും നമ്മൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 150-ാമത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അത് ഏറ്റവും ഒടുവിലത്തെ സങ്കീർത്തനമാണ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കാണുന്നതായ ഒരു പാട്ടുണ്ട്, യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരന് പർവ്വതങ്ങളെ വിളിക്കുകയാണ്, നദികളെ വിളിക്കുകയാണ്, ആകാശത്തെ വിളിക്കുകയാണ്. അങ്ങനെ പലവിധമായ എല്ലാ സൃഷ്ടികളെയും വിളിച്ചുകൊണ്ട് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന ഉപകരണങ്ങളോട് കൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോട് കൂടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ദൈവവചനപ്രകാരം ഉള്ളതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. 150-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ചില ഉപകരണങ്ങളുടെയൊക്കെ പേര് പറയുന്നത് ഇങ്ങനെയാണ്: കാഹളനാദം, കിന്നരം, തപ്പ്, നൃത്തം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സ്റ്റൈലാണ്. സന്തോഷം വരുമ്പോൾ അവർ നൃത്തം ചെയ്യുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. തന്ത്രിനാദത്തോടു കൂടെ കുഴല് ഇവയൊക്കെ വായിക്കാൻ അറിയാവുന്ന എല്ലാവരും വായിക്കുകയും ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടെ, അല്ലാത്തവരെ കൈകൊട്ടി ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടെ ലജ്ജ കൂടാതെ സ്തോത്രവും ഹല്ലേലൂയായും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതായ ആ ഒരു കൂട്ടരെയാണ് ഈ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പറയുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം, ഹല്ലേലൂയ. അതുമാത്രമല്ല, ഈ നമ്മളുടെ വായി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ചില സാക്രിഫൈസസ്, യാഗങ്ങളായിട്ട് ആരാധന നമ്മൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ചിലവ് വരുന്ന ആരാധന കേവലം വായു കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടുള്ളതായ അധ്വാനം കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ കയ്യിലുള്ളതായ പണപരമായ കാര്യങ്ങൾ കൊണ്ട് ദൈവവേലയെ സഹായിക്കുക. ഇതൊക്കെയും ദൈവസന്നിധിയിൽ യാഗം ആയിട്ട് കണക്കാക്കി കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും പ്രസാദിപ്പിക്കുകയും നമ്മൾ ചെയ്യേണ്ടതാണ്. 100-ാമത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ. അവൻ്റെ വാതിലുകളിൽ എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ വാതിലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടെ സ്തുതിയോടുകൂടെയാണ് ഓരോ വിശ്വാസികളും കടന്നു വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു കീ ആണ് ഈ സ്തോത്രവും സ്തുതിയും എന്ന് പറയുന്നത്. സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ വരുമ്പോൾ ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ തുറക്കും. ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾക്ക് വേണ്ടി തുറന്നു കിട്ടും. ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മളറിയുവാനും ദൈവഹൃദയപ്രകാരം നമ്മൾക്ക് ജീവിക്കുവാനും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പകരുവാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. 100-4 പറയുന്നത് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടും കൂടെ വരുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്തുതിയും സ്തോത്രവും എന്ന് പറയുന്നത് അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുന്നതിനുള്ളതായ ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരു റിക്വയർമെൻ്റാണ് എന്നാണ് നമ്മൾ 100-ാമത്തെ സങ്കീർത്തനത്തിൽ
നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 63-ാമത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ആദികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹവും നിനക്കായി കാംക്ഷിക്കുന്നു എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടിയാണ് ദൈവസന്നിധിയിലേക്ക് സങ്കീർത്തനക്കാരൻ കടന്നു വരുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ എനിക്ക് രസിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 23-ാമത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ആശ്വാസം നൽകുന്നത്, ധൈര്യം നൽകുന്നതായ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. നല്ല ഇടയൻ്റെ സാന്നിധ്യവും പരിപാലനവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂരിരുൾ കൂടെ നടക്കുമ്പോൾ, ഭയം ഉള്ളതായ അവസ്ഥയിൽ കൂടെ ആയിരിക്കുമ്പോൾ, ആ നല്ല ഇടയൻ അടുത്ത് നിന്ന് അവൻ്റെ സാന്നിധ്യത്താൽ നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ ഭയപ്പെടാതെ അവൻ്റെ ആ സാന്നിധ്യത്തിലൂടെ ടച്ചോടുകൂടെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും അങ്ങനെ ആ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്ന് അക്കരയ്ക്ക് കടന്നു ചെല്ലുവാൻ നമ്മളെ സഹായിക്കുന്നതായ ഒരു ഇടയനാണ് നല്ല ഇടയൻ എന്ന് പറയുന്നത്. യഹോവ എൻ്റെ ഇടയൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. 119-ാമത്തെ സങ്കീർത്തനം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും നീളം കൂടിയതായ ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മൂലം ഞാൻ പാപം കൂടാതെ ചെയ്യാതെ ഇരിക്കും എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്, ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളതായ കാര്യമാണ്. 62:8 നമുക്ക് കാണുന്നത്, നിങ്ങളുടെ ഹൃദയം അവനിൽ പകരുവീൻ, സുഖങ്ങളിലും ദുഃഖങ്ങളിലും നമ്മളുടെ ഉള്ള അവസ്ഥയിൽ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനാണ് സങ്കീർത്തനം പറയുന്നത്. സുഖമായാലും ദുഃഖമായാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ഹൃദയം ഷെയർ ചെയ്യുക, പകരുക. നമ്മൾക്ക് ഈ ലോകത്തിൽ അനേകർക്ക് കൂട്ടുകാരില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ലോൺലിയാണ്. എന്നാൽ ദൈവമക്കൾ ഒരിക്കലും ലോൺലി അല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരിക്കലും ലോൺലിയായി പോകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലായ്പ്പോഴും ജീവിക്കുക. ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്നതാണ്. 46-10 വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ സഹായം എന്താണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് ഉഴലുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: മിണ്ടാതിരുന്ന് ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുക, ഞാൻ ദൈവമെന്ന് അറിയുക എന്നാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ ബിസിയാണ്. ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകുന്നിടം വരെ അതിനകത്ത് എന്തെല്ലാം ചെയ്യാമോ ആ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ സമയം ചെലവഴിക്കുകയാണ്. മൂവികളും അതുപോലെ തന്നെ സീരിയലുകൾ കൊണ്ട് 5-8 മണിക്കൂർ ഒരു ദിവസത്തെ കില്ല് ചെയ്യുന്നതായ സ്വഭാവങ്ങളാണ് ഇന്നത്തെ മനുഷ്യർക്കുള്ളത്. എന്നാൽ ദൈവത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാനായിട്ട് കാണുന്നില്ല എന്നുള്ളതായ ഒരു ദുഃഖ സംഭവങ്ങളാണ് നമ്മൾക്ക് കാണുവാനായിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയും, അല്പസമയം ഒന്ന് മിണ്ടാതിരിക്കുക, അല്പസമയം ഒന്ന് ക്വയറ്റ് ടൈമായിട്ട് ഇരിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് മറ്റ് ലോകത്തിൻ്റെ ശബ്ദത്തിൽ നിന്നൊന്ന് മാറി അതിൽ നിന്നും അല്പസമയത്തേക്ക് ഒന്ന് മുക്തി പ്രാപിച്ചിട്ട് ഈ സ്വസ്ഥമായിരുന്നു ദൈവസന്നിധിയിലേക്ക് നിൻ്റെ ഹൃദയം പകരുന്നുവെങ്കിൽ അവിടെയാണ് ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നിൻ്റെ കാതുകളെ കൂർപ്പിക്കുവാനുള്ളതായ സമയം എന്നാണ് ഈ 46:10 പറയുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. എപ്പോഴും ലോകത്തിൻ്റെ ശബ്ദത്തിൽ മാത്രം കുത്തിയിരുന്ന് നമ്മളുടെ ചെവിയും മനസ്സും ചൂടായി പോകാതെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് ദൈവവചനത്തിൽ രസിക്കുന്നതായ ഒരു ഹൃദയവും മനസ്സുമുണ്ടെങ്കിൽ നമ്മളുടെ പല രോഗങ്ങളും മാറും, തലവേദനകളും മാറും, സ്വസ്ഥതയും ആശ്വാസവും ദൈവസന്നിധിയിൽ നിന്നും നമ്മൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഹല്ലേലൂയ. 143-8 വാക്യം നമ്മൾ നോക്കുമ്പോൾ, രാവിലെ നിൻ്റെ ദയ
എന്നെ കേൾപ്പിക്കുമാറാക്കണമേ. രാവിലെ സമയം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയെ കാംക്ഷിച്ചുകൊണ്ട് നിൻ്റെ ദയ എനിക്ക് കേൾക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചെവികളെ ദൈവസന്നിധിയിൽ കൂർപ്പിച്ചാൽ അവിടെ ദൈവശബ്ദം കേട്ടുകൊണ്ട് ധൈര്യത്തോടെ സമാധാനത്തോടെ നമ്മളുടെ ജീവിതയാത്ര നയിപ്പാനും ഒരു ദിവസം മുതൽ വൈകുന്നേരം വരെ സമാധാനത്തിൽ നമ്മളുടെ ജീവിതത്തെ കാക്കുവാനായിട്ടും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ട് പലതിനെക്കുറിച്ച് വിചാരപ്പെട്ട് കലങ്ങുന്നതായ അനേകം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. നമ്മളുടെ ആരുടെയും ജീവിതം അങ്ങനെ കലങ്ങിപ്പോകാതെ വിചാരപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവസന്നിധിയിൽ നിന്നും ആശ്വാസവും അനുഗ്രഹവും പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഭക്തന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളെ പ്രതികൂലങ്ങളൊക്കെ ഉള്ളതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതായ സത്യമാണ്. എല്ലായ്പ്പോഴും അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും സന്തോഷവും നിറഞ്ഞതായ ഒരു പട്ടും മെത്തയോ അല്ലെങ്കിൽ പൂവും മെത്തയോ പോലെയുള്ളതായ ജീവിതമല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ജീവിതം സുഖങ്ങളും കഷ്ടങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞതാണ്. ഈ 13-ാമത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു ഫീലിംഗ് ഓഫ് അബാൻഡ്മെൻറ്റ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവമേ, നീ എന്നെ കൈവിട്ടോ, നീ എന്നെ മറന്നു കളഞ്ഞോ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ, അവിടേക്ക് എൻ്റെ പ്രാർത്ഥന എത്തുന്നില്ലയോ. അതൊരു വിലാപ ഗീതമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കരച്ചിലിൻ്റെ ഗീതമാണ്. എൻ്റെ ആൻസറൊന്നും കിട്ടുന്നില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. അതുപോലെ തന്നെ 139-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ദാവീദിന് ഒരു കരച്ചിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ എന്നുള്ളത് അവിടെ അവന് പാടുന്നതായിട്ടുള്ള അതിനുള്ളതായ ഒരു ഒരുക്കത്തോടു കൂടെ അവൻ പറയുകയാണ്: കർത്താവേ, എന്നെ ശോധന ചെയ്യണമേ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ കൈകളിലേക്ക് വന്നിട്ട് നീ എന്നെ ഒന്ന് ശോധന ചെയ്ത് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നതായ അനുഭവമാണ് ദാവീദിൻ്റെ ആ 139-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ അത് അനുകരിക്കേണ്ടതും അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും പറ്റിയതായ ഒരു സങ്കീർത്തനമാണ്. 22-ാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് തള്ളിക്കളഞ്ഞതായ അവസ്ഥയിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളതായ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്നതായ സമയത്തും അതിൻ്റെ മറുവശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുന്നതായ പിക്ചറാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൈവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവേ, നീ എന്നെ കൈവിട്ടോ എന്ന് യഥാർത്ഥമായിട്ട് ഹോണസ്റ്റായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വേറെ ആരും കൈവിട്ടാലും നീ എന്നെ കൈവിടാത്ത ദൈവമാണെന്ന് ട്രസ്റ്റ് ചെയ്യുന്നതായ ഒരു അനുഭവമാണ് അവിടെ നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പോടെ ആ വിശ്വാസത്തോടു കൂടിയാണ് മുൻപോട്ട് പോകേണ്ടത്. 142-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ കണ്ണുനീർ രാവും പകലും എനിക്ക് ആഹാരമായി തീർന്നിരിക്കുന്നു. വിലാപമാണ് അവിടെ കാണുന്നത്. ദൈവസന്നിധിയിലെ സമർപ്പണവും സറണ്ടറുമാണ് അവിടെ ആവശ്യം എന്ന് പറയുന്നത്. കരച്ചിൽ, കണ്ണുനീര് ഒക്കെ വളരെ ദിവസങ്ങൾ നീണ്ട് മാറി ഒരു നിത്യ ആഹാരം പോലെ ജീവിതത്തിൽ അനുഭവപ്പെട്ടാലും അവിടെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സ്ഥിതിയെ മാറ്റുവാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നതായ ദൈവപൈതലിൻ്റെ വാക്കുകളെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പ്രത്യാശയും ധൈര്യവും നൽകുന്നതായ പല സങ്കീർത്തനങ്ങളും നമ്മളുടെ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ സങ്കീർത്തനമാണ് 91-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭയത്തെ മാറ്റുന്നത്, പ്രയാസത്തെ മാറ്റുന്നത്, സംശയങ്ങളെ മാറ്റുന്നത്, അവൻ്റെ ജീവിതത്തിലെ പ്രൊട്ടക്ഷനെ അഷ്വർ ചെയ്യുന്നതായ വാക്യമാണ് അത്യുന്നതൻ്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത് എന്നുള്ളത്. സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് ഞാൻ പാർക്കുന്നത് എന്നുള്ളത്. നിഴലെന്ന് പറയുമ്പോൾ നമ്മുടെ ഏതൊരു വസ്തുവിൻ്റെയും അടുത്തുള്ളതാണ് നിഴലെന്ന് പറയുന്നത്. നമ്മുടെയും
ജീവിതത്തിൽ ദൈവം നമ്മുടെ ഒരു നിഴൽ പോലെ നമ്മളോടുകൂടെ ഉണ്ട്. അതാണ് സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് നമ്മൾ പാർക്കുന്നത്. അങ്ങനെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെയും നമുക്ക് സംരക്ഷണം നൽകുന്ന ദൈവമാണെന്നുള്ളതായ അഷ്വറൻസാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 42-ാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തോട് എല്ലാം തുറന്നു പറയുക. തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിൻ്റെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനായിട്ട് ആരും നിൻ്റെ അടുത്ത് കാണുകയില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ തന്നെ ചോദിക്കുക, നിന്നോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുക: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മളെ തന്നെ ഒരു ദൈവസന്നിധിയിൽ ബലപ്പെടുത്തുവാനായിട്ട് ഈ വാക്യങ്ങൾ നമ്മളെ സഹായിക്കും. 103-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, നമ്മളോട് തന്നെ സംസാരിക്കുന്നതായ വാക്യമാണ്: എൻ മനമേ, എൻ്റെ മനമേ, നീ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗമേ, എൻ്റെ ഉള്ളിലുള്ളതായ സകലവുമേ, അവനെ വാഴ്ത്തുക. നമ്മോട് തന്നെ പറഞ്ഞിട്ട്, നമ്മൾ തന്നെ ബലപ്പെടുത്തി, നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ സ്വഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ എക്സ്പീരിയൻസ്, പ്രാർത്ഥനകളൊക്കെയാണ് നമ്മളുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 95-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. ചുറ്റുപാടുമുള്ളവർ, ഇതിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക്, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്യണം. വരുവീൻ, പ്രിയപ്പെട്ടവരെ, വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിവെക്കുവാൻ പറ്റിയതായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിൻ്റെ പ്രയാസങ്ങൾ മാറ്റിവെച്ചിട്ട് നിനക്ക് ആശ്വസിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു കൗൺസിലറായിട്ട് കർത്താവിന് വേണ്ടി നമ്മൾക്ക് വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ആർപ്പിടുക എന്ന് പറയുമ്പോൾ വിഷാദിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് ആർപ്പിടുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ജീവിതത്തിലെ പ്രയാസങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ആർപ്പിടുന്ന സ്വഭാവം നമ്മളുടെ ജീവിതത്തിലായി കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ വിജയം കൈവരിച്ചുകൊണ്ട്, പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് മുൻപോട്ട് വിജയാളികളായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് ബാക്കി ആ 95-ൽ പറയുന്നത്: നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടുകൂടെ അവനെ ഘോഷിക്കുക. അവൻ മഹാദൈവമല്ലോ. ഈ മഹാദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവന് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നാണ് ആ സങ്കീർത്തനത്തിൽ 95-ൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ്? നിൻ്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിൽ പലരും തനിയെ നടക്കുന്നവരാണ്. അവരുടെ ഭാരങ്ങളെല്ലാം തങ്ങളുടെ തന്നെ തോളിൽ, തങ്ങളുടെ തന്നെ തലയിൽ, തങ്ങളുടെ തന്നെതായ മനസ്സിൽ, തങ്ങളുടെ തന്നെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ടൊരു ചുവട് നടക്കുവാൻ പാടില്ലാതെ ഏത് സമയവും തകർന്നു പോകുന്നുള്ളതായ ഭീതിയോടുകൂടെ ജീവിക്കുന്നതായ മനുഷ്യനോട് പറയുകയാണ്: നിൻ്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നുള്ളതായ ആ ഉറപ്പിച്ച് പറയുന്നതായ വാക്യമാണ് ഈ വേദപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഭാരം ഇല്ലാത്തവരായിട്ട് ജീവിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പീര് ഇതാണ്: നിങ്ങൾ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊന്നും എടുത്തു വെക്കരുത്. ഈ പണത്തെക്കുറിച്ചോ വീടുകളെക്കുറിച്ചോ പുരയിടങ്ങളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഒന്നും തന്നെ വയ്ക്കരുത്. നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ. എന്നാൽ ഇന്നത്തെ മറ്റൊരു പഠിപ്പിക്കലുണ്ട്, പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്നത്. യേശുവിനെ അറിയുക, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം കിട്ടും, ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും കിട്ടും. അത് ന്യൂ ടെസ്റ്റ്മെൻറ്റ്
ചർച്ചിൻ്റെ പഠിപ്പിക്കലല്ല, യേശുവിൻ്റെ പഠിപ്പിക്കലല്ല. അത് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. ദൈവത്തെ സേവിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രോസ്പെരിറ്റി ഉണ്ടാകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചുകൊണ്ട് വിശ്വാസ ജീവിതമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ എല്ലായ്പ്പോഴും റീച്ചബിളായിട്ടുള്ളതായ ഒരു ആളാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിൽ അങ്ങേയറ്റത്തൊരു കോണിലിരിക്കുന്ന ആളല്ല. ഏത് സമയവും നമ്മളുടെ ആവശ്യത്തിൽ, നമ്മളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നവൻ, നമ്മളുടെ കണ്ണുനീരിൻ്റെ വിലയെ അറിയുന്നവൻ, നമ്മളുടെ ജീവിതത്തിലെ ശരീരത്തിൻ്റെ വേദനകളെ അറിയുന്നവൻ, നമ്മളുടെ ഭാവിയെ അറിയുന്നവൻ, എല്ലായ്പ്പോഴും റീച്ചബിളായിട്ടുള്ള അടുത്തുള്ള സമീപയുള്ളവനായ ദൈവമാണ് നമ്മളുടെ കർത്താവ്. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടിയാണ് സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ 1 മണിക്കൂർ സമയത്തോളം ഈ ക്ലാസ്സുകളെ കേട്ടല്ലോ. ഈ കേട്ടതായ വചനങ്ങളൊക്കെ, ഈ സങ്കീർത്തന ഭാഗത്തിലെ വാക്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിലത്തെ വിലയേറിയതായ ഈ വാക്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഒരു മണിനാദം പോലെ മുഴങ്ങിയ സന്നിധിയിൽ നിന്നും മുത്തുകളെ പ്രാപിച്ചുകൊണ്ട്, ബലം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ തുടർന്നും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും അടുത്ത ആഴ്ച നമ്മൾക്ക് കാണാം. അടുത്തത് സദൃശ്യവാക്യമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവവചനം ഇന്ന് കേട്ടതുപോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത് നമ്മൾക്ക് അനുഗ്രഹമാണ്, മറ്റുള്ളവർക്കും അനുഗ്രഹമാണ്. മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾക്കും അത് അനുസരിക്കുന്നതും അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.